കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ അതെ. എന്തായാലും വേറെ കൊണ്ടും പൊക്കളയരുത്. ഓ, ഞാൻ ഇവിടെ തന്നെ ആണോ? ശരി ശരി, ഓക്കെ. കാറിനകത്ത് ആളുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണല്ലോ. ഇവനെന്താ ഉറങ്ങുകയാണോ? അതെ സാറേ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നില്ലേ? അത് കൊള്ളാം. എന്തു പറ്റി? മോനെ, വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജയപ്രകാശിന്റെ വീട് വരെ ഒന്ന് പോയാലോ? അത് നല്ല കാര്യേട്ടാ. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോവാം. ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. അച്ഛന് നല്ല ദാഹമുണ്ട്, ഒരു നാരങ്ങ വെള്ളം ഉപ്പും മധുരം ഇട്ടിങ്ങി കൊണ്ടുവാ. ശരി, ഞാൻ എടുത്തിട്ട് വരാം. മോനെ, കല്യാണം കഴിയുന്നവരെ ഒരു വെപ്രാളമായിരുന്നു, ഇപ്പോഴാ ഒരു സമാധാനമായത്. ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാം. മോനെ ഇവിടെ ഇരി. എന്താടോ ഡി കെ, ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വൈഫ് ഹൗസിലാ. എന്താടോ, ഇസ് ദർ എനി പ്രോബ്ലം? ഒരു പ്രശ്നമുണ്ട് ഡി കെ. ഓക്കെ, ഞാൻ വിളിക്കാം. അച്ഛനെവിടെ? എന്താ എന്തു പറ്റി? അത് ജ്യോതി, നമുക്ക് പോവാം. നീ പെട്ടെന്ന് വാ. എന്താ എന്താ ഒരു വെപ്രാളം പോലെ? അതൊക്കെ ഉണ്ട്, പറയാം. അവരോട് പറഞ്ഞിട്ട് താൻ വേഗം വാ. ആരാ ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടമ്പിള്ളയാണ് സാർ. താനാണോ കുട്ടമ്പിള്ള? അതെ സർ. താൻ എന്താ കണ്ടത്? സാർ, എന്താണോ സംഭവം? ബോഡി ആദ്യം കണ്ടത് കുട്ടമ്പിള്ളയാണ് സാർ. അയാളെ വിളിക്ക്. ഇങ്ങോട്ട്
താൻ എന്താടോ കണ്ടത്? ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? സത്യമാണ് സർ. ഇയാളുടെ മൊഴി വിശദമായി എടുക്കണം. ശരി സാർ. പിന്നെ അധികം താമസിക്കണ്ട. ഇൻക്വസ്റ്റ് നടത്തി വേഗം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. മരിച്ചത് ഡ്യൂട്ടിയിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഗൗരവത്തിൽ തന്നെ അന്വേഷിച്ചേ പറ്റൂ. ശരി സാർ. ഏട്ടാ, ഏട്ടാ, എന്താ? ഏട്ടനിത് എന്തു പറ്റി? നാളെ രാവിലെ പോവാന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തേ? പിന്നെ ഇപ്പൊ എന്താ തിരിച്ചു പോകുന്നത്? എന്താ ഇത്ര വലിയ അത്യാവശ്യം? ഒരു പ്രശ്നമുണ്ട് ജ്യോതി. പ്രശ്നോ? എന്ത് പ്രശ്നം? ഏട്ടാ ഒന്ന് പറ, എന്താ പ്രശ്നം? അവിനാശ് മരിച്ചു. എന്താ പറഞ്ഞ? അതെ, അവിനാശ് കൊല്ലപ്പെട്ടു. പ്രിയയുടെ കല്യാണം നടന്ന സ്ഥലത്ത് വെച്ച്. സത്യമാണ് ഏട്ടാ ഇത്? എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അവൻ കല്യാണ മണ്ഡപത്തിലേക്ക് വരുമെന്ന് പേടിച്ച എല്ലാവരും നിന്നത്. അല്ല, ഏട്ടൻ എങ്ങനെ ഇതറിഞ്ഞേ? കമ്മീഷണർ ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞതാ. ഏട്ടാ, നമുക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? സംഗതി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. കല്യാണ സ്ഥലത്ത് വെച്ചാ അവിനാശ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്റെ ദേവി, അവന്റെ ശല്യം അവസാനിച്ചെന്ന് കേൾക്കുമ്പോ ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ഒരെന്നാലുമില്ല. അവന്റെ വിധി അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതാണ് അവന്റെ മുറി. ഇനി മുതൽ നിന്റെയും. ഇതുവരെ യാതൊരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു ഉഴപ്പന്റെ മുറിയായിരുന്നു ഇത്. അത് ചേച്ചി അനിയനെ പുന്നരിച്ച് വഷളാക്കിയിട്ടല്ലേ? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എല്ലാം തന്നെ ചെയ്തേനെ. അത് ശരി, അപ്പൊ കുഴപ്പക്കാരി ഞാനായല്ലേ? പിന്നല്ലാതെ വാത്സല്യം കൂടിപ്പോയാലും കുഴപ്പം തന്നെയാ. സമ്മതിച്ചു. അവ ഫോണുമായിട്ട് പോയിട്ട് സമയം കുറച്ചായല്ലോ. മോളെ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. എന്റെ പൊന്നു സഹോദര, എനിക്കറിയത്തില്ലെന്നേ. ഞങ്ങളുടെ കല്യാണം അവിടെ വെച്ച് തന്നെ നടന്നത്. ഇല്ല, ആരും വിളിച്ചില്ല. വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയേ. അല്ല പിന്നെ എന്താടാ, എന്തു പറ്റി? എന്താ പ്രകാശേട്ടാ, എന്താ ഒരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. സംഗതി അല്പം സീരിയസാ. എന്താടാ, എന്താ പ്രശ്നം? കാര്യം നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെ. പക്ഷേ സംഭവിച്ചപ്പോ നമ്മളെല്ലാം ആ കുരുക്കിനകത്തായിപ്പോയി. പ്രകാശേട്ട എന്തൊക്കെയാ പറയുന്നേ? അത് പിന്നെ അവിനാശ് മരിച്ചു. പക്ഷേ അത് വെറൊരു മരണമല്ല, കൊലപാതകമാണെന്നാ പറയുന്നേ. അതിന് നമുക്കെന്താ? അവൻ ചത്തല്ലോ, അത് തന്നെ വലിയ കാര്യം.
ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ചേച്ചി. എന്ത് പ്രശ്നം? ദേ, എന്താടാ പ്രശ്നമെന്ന്? നമ്മുടെ കല്യാണം നടന്ന ക്ഷേത്രത്തിൽ വെച്ച അയാൾ കൊല്ലപ്പെട്ടത്. പ്രിയേ, താനതൊന്നും മിണ്ടാത്തെ? അയാളെ കൊല്ലണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രകാശേട്ടാ, ആരാ അയാളെ കൊന്നേന്ന് എന്തെങ്കിലും അറിഞ്ഞോ? അതറിയില്ല. പക്ഷേ നമ്മളെല്ലാം സംശയത്തിന്റെ നിഴലിലാണെന്നാ പോലീസ് പറയുന്നത്. നമ്മളോ? പ്രകാശേട്ട എന്തായി പറയുന്നേ? നമ്മൾ അയാളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ? അതോ മറ്റെന്തെങ്കിലും ഇതിനിടയിൽ നടന്നിട്ടുണ്ടോ? ടെൻഷൻ അടുപ്പിക്കാതെ പറ പ്രകാശേട്ടാ, എന്താ സംഭവിച്ചത്? തൽക്കാലം ആരോടൊന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഇറങ്ങ. ബാലു, ഗൂഗിളേട്ടാ, നിങ്ങൾ എത്തിയോ? ബാലുവിനും ഗൂഗിളേട്ടനും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാ. ഇതിപ്പോ നിങ്ങൾ കുടിക്ക്, അവർക്ക് വേറെ എടുക്കാം. ഏയ് വേണ്ട, ഇത് അവർക്ക് കൊടുത്തേര്. എന്താ രണ്ടുപേരുടെ മുഖത്തൊരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല. എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ? വാ. ഇവരിത് എവിടെ പോയി? ബാലു, ബാലു! എന്റെ ഭഗവാനെ, അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. എന്തൊരു ടെൻഷനായിരുന്നു. നിങ്ങളുടെ മുഖം എന്താ മനുഷ്യ മൂടിക്കെട്ടിയിരിക്കുന്നേ? ഇന്നല്ലേ സന്തോഷിക്കേണ്ടത്. ഇനി നമ്മളുടെ മോളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് മോള് പോയതിന്റെ സങ്കടമാണ് ഈ മുഖത്ത്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും മനുഷ്യ. നീ പറഞ്ഞ ശരിയാ. ഇനി നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. നമ്മളെ ഭയപ്പെടുത്താൻ ആരും വരില്ല. നിങ്ങൾ എന്താ പിച്ചുമ്പേ പറയാണോ? പിച്ചും പേയൊന്നുമല്ല, ആ അവിനാഷിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവനെ എപ്പോഴും പേടിക്കണം. എന്നാ ഇനി അവനെ പേടിക്കണ്ട. ആ ശലതേ, അവിനാഷ് മരിച്ചു. നിങ്ങളെന്താ തമാശ പറയാണോ? തമാശയല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ കാലം ചത്തു തൊലഞ്ഞു തീർന്നല്ലോ. ഇനി എന്റെ മോൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. സുധേട്ടാ, ഇനി കല്യാണ സ്ഥലത്ത് വെച്ച് മരിച്ചതുകൊണ്ട് പോലീസ് നമ്മളെ സംശയിക്കൂ? ഏയ്, അതിന് നമ്മളെന്ത് കുറ്റം ചെയ്തു? നമ്മളെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവനെ കൊല്ലാൻ പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ സംഭവത്തിന് നമ്മൾ ആരും ഉത്തരവാദികളല്ല. അതവന്റെ വിധി. സുധേട്ടാ, പോലീസ് നമ്മളെ കുറ്റവാളിയാക്കോ? സത്യത്തിൽ ആരാ അവനെ കൊന്നത്? സുധേട്ടാ, അവൻ എങ്ങനെയാ മരിച്ചത്? ഇത് കുട്ടിക്കളിയല്ല. എനിക്ക് പേടിയാവുന്നു. എന്തിന്? കല്യാണ സ്ഥലത്ത് വെച്ച് മരിച്ചെന്ന് കരുതി കൊന്നത് നമ്മളാണോ? അല്ലല്ലോ.
കൊന്നവരാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. എന്തായാലും വേണ്ടില്ല, അവന്റെ ശല്യം തീർന്നല്ലോ. ഇനി നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. നമുക്കും നമ്മുടെ മോൾക്കും. എന്നാലും അവൻ എങ്ങനെ ഇവിടെ വന്നു സുധേട്ടാ? സത്യം പറ, നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഒരു മനസ്സറിവുമില്ല. പോലീസ് അന്വേഷിക്കല്ലേ. നമ്മളാരും അല്ലെങ്കിൽ പിന്നെ ആരാ സുധേട്ട അവനെ കൊന്നത്? ആ ACP അന്ന മേരി ജോൺ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. എനിക്കറിയാം ACPയെ, കർക്കശക്കാരിയായ ഓഫീസറാ. അവരന്വേഷിക്കട്ടെ, അതിനിപ്പോ നമുക്കെന്താ? പ്രിയേ, നീ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. കൊല്ലപ്പെട്ട അവിനാശിന്റെ മരണം ആഗ്രഹിച്ചിരുന്ന ശത്രുക്കളായ നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിനെന്താ കാര്യം? അതിൽ കാര്യമുണ്ട് ചേച്ചി. നമ്മളിൽ ആരെ വേണമെങ്കിലും പോലീസിന് സംശയിക്കാം. ആ ACP അവര് നമ്മളിലേക്ക് തന്നെ വരും. ഏട്ടാ, ഇനിയും ഏട്ടൻ എന്തെങ്കിലും അബദ്ധം? എന്താ ഏട്ടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിനാശ് ഇങ്ങനെ മരിച്ചേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കൊല്ലാൻ പലതവണ അവസരം കിട്ടിയിട്ടും ഞാൻ അവനെ കൊന്നില്ല. പക്ഷേ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവിനാശിന്റെ മരണം മാത്രമല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ചിത്രയോട് നമ്മളിത് എങ്ങനെ പറയും? എത്ര ശത്രുവാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും അവളുടെ കൂടപ്പിറപ്പാ പോയത്. അവളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? എന്തായാലും നമുക്കിത് ചിത്രയോട് പറഞ്ഞല്ലേ പറ്റൂ. മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ ഏട്ടാ. ആദ്യം നമുക്ക് അവളെ പോയി കാണാം, എന്നിട്ട് പറയാം. അവൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. നമുക്കിപ്പോ സത്യമല്ലേ പറയാൻ പറ്റൂ. ഏട്ടൻ വാ. ഏട്ടൻ ഇങ്ങനെ മടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. വാ ഏട്ടാ. ബാലു, നീ ടെൻഷൻ അടിക്കണ്ട. ചിത്രയോട് ഞങ്ങളൊന്ന് സംസാരിക്കാം. ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ശത്രുവാണെങ്കിലും സ്വന്തം സഹോദരനെ മരിച്ചു കിടക്കുന്നത്. ഇപ്പോ ആ ശവശരീരത്തിന്റെ ഏക അവകാശി ചിത്ര മാത്രമാണ്. പോലീസ് വിവരം അവളെ അറിയിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ പറയാം. അതല്ലേ നല്ലത്? ഈ ഒരു അവസ്ഥയിൽ എനിക്കതിനുള്ള ധൈര്യമില്ല. നാളെ അവിനാശിന്റെ മരണം നമുക്കൊരു പാരയായിട്ട് മാറുമെന്ന് എന്റെ സംശയം. അതിനെക്കുറിച്ച് നമ്മളെന്തിനാ ഇപ്പോഴേ ആലോചിക്കുന്നത്? പോലീസ് അന്വേഷിക്കട്ടെ. നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ലല്ലോ അവിനാശ് മരിച്ചത്. നമുക്ക് അതങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റൂ? പോലീസ് സ്റ്റേഷനിൽ കയറി അയാളെ തല്ലി കൈയും കാലും ഒടിച്ചില്ലേ?
പ്രത്യക്ഷത്തിൽ നമുക്കെതിരെ കേസൊന്നും ഇല്ലെങ്കിലും പോലീസുകാർക്ക് അറിയാൻ സത്യം. ഇപ്പോ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ കൊല്ലപ്പെട്ടു. അന്ന് സാക്ഷി പറയാതിരുന്ന പോലീസുകാർ ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയും. അവരുടെ മേലുദ്യോഗസ്ഥനാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷിക്കണം. കേസ് നമുക്കെതിരെയും വരാം. ബാലു, എത്രയും പെട്ടെന്ന് ചിത്രയെ കാര്യങ്ങൾ അറിയിച്ചേ പറ്റൂ.